ഇന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും യേശു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ജീസസ് ഫെലോഷിപ്പ് മിനിസ്ട്രിയിലോട്ട് ഏവരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും നന്മകളാൽ നിറയ്ക്കും അത്തരമൊരു പാൽക്കാലം സ്വർഗം തുറന്നു തന്നതിനായിട്ട് സ്തോത്രം. കരങ്ങളൊക്കെ നല്ലപോലെ അടിച്ച് നമുക്ക് കർത്താവിന് പത്ത് കൊടുക്കാം. ഇന്നത്തെ ചിന്താ വിഷയത്തിനായിട്ട് നമുക്കൊരു ഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 2:5. അതിൻ്റെ 5 അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അത് പറയാനുള്ള കാരണം ഞങ്ങൾക്കറിയാം. ഗലീലേ കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ യേശുവിൻ്റെ അമ്മ ക്ഷണിക്കപ്പെട്ടവളായി അവിടെ ചെന്നപ്പോൾ ആ ഭവനത്തിൻ്റെ അകത്ത് കുറവ് കണ്ട അമ്മയാണ്. നിങ്ങൾ ഇങ്ങനെ കാണണം ഇതിനെ. യേശുവിൻ്റെ അമ്മയാണ് ആ കുറവുള്ള വീടിൻ്റെ അകത്ത് ചെന്ന് നിൽക്കുന്നത്. സ്വാഭാവികമായി ആ വീട്ടിലുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടാകും, അമ്മയിൽ വലിയ പ്രതീക്ഷ ഇട്ടിട്ടുണ്ടാവും. ഈ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ അമ്മയ്ക്ക് കഴിയുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടാവും. അത് ബൈബിളിൻ്റെ അകത്ത് എഴുതിയിട്ടില്ല, പക്ഷേ നമുക്ക് ആത്മാവിൽ കൂടെ നമുക്കത് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വീട്ടിലുള്ളവർ ചെന്ന് പറഞ്ഞു കാണും, അമ്മേ ഇവിടെ വീഞ്ഞില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കുക. സ്തോത്രം. നിർഭാഗ്യമെന്ന് പറയട്ടെ, യേശുവിൻ്റെ അമ്മയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. യേശുവിൻ്റെ അമ്മയ്ക്ക് അവരെ സഹായിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് യേശുവിൻ്റെ അമ്മ മറിയ യേശുവിന് വേണ്ടി കാത്തിരുന്നു. യേശു ആ ഭവനത്ത് വന്നപ്പോൾ യേശുവിനോട് ചെന്ന് പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ല. സ്തോത്രം. എന്താണ് നമുക്കിവിടെ ചിന്തിക്കേണ്ടത്? നോക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയാണ്. കാഴ്ചക്കാർക്ക് മറിയ യേശുവിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് എൻ്റെ ചില വിഷയങ്ങൾ നടക്കുവാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മ സോൾവ് ചെയ്യുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ യേശു വരുന്ന സമയം വരെ നോക്കിയിരിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്ക് അവിടെ അത്ഭുതം ചെയ്യാമായിരുന്നു. ഹല്ലേലൂയ. അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ യേശുവിൻ്റെ അമ്മ അനുഗ്രഹിക്കപ്പെട്ടൊരമ്മയാണ്. ഇതുപോലൊരമ്മ ഇതുവരെ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാനും പോകുന്നില്ല. ഈ ലോകത്തിന്റെ മുഴുവനെ പാവങ്ങളെ ചുമക്കുന്ന യേശു കുഞ്ഞിനെ വയറ്റിൽ പിറവി കൊടുക്കുവാൻ സ്വർഗം കണ്ടെടുത്ത ഗർഭപാത്രമാണ് മറിയ. അങ്ങനെയെങ്കിൽ ആ അമ്മ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അമ്മയാണ്. അതിന് യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 12 നിങ്ങൾ വായിക്കണം. അതിൻ്റെ അകത്ത് സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയെ പറ്റി സംസാരിക്കുന്നുണ്ട്. ആ സ്ത്രീ മറിയാണ് ആ സ്ത്രീ. അപ്പോൾ ദൈവം ഒരുപാട് റെസ്പെക്റ്റ് അമ്മയ്ക്ക് കൊടുത്തു. ഹല്ലേലൂയ. ഈ ലോകത്ത് അനേകം സ്ത്രീകൾ ഉണ്ടായിട്ടും ലോകത്തിന്റെ പാപത്തെ ചുമക്കുവാൻ, ഒരു കുഞ്ഞിനെ പിറവിയെടുക്കുവാൻ മറിയെ തെരഞ്ഞെടുത്തു. സ്തോത്രം. അത് മറിയയുടെ ക്രെഡിറ്റ് ആണ്. ആരുടെ മുമ്പിൽ തൻ്റെ ഇടത്തോളം മറിയയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം. കാരണം യേശുവിനെ പോലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ അനുഗ്രഹമാണ്, അത് വലിയൊരു കൃപയാണ്. അതിൻ്റെ സർവ്വ ക്രെഡിറ്റ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കുന്നു. അവിടെ ഒന്നും നമുക്ക് യാതൊരു വിധമായ സംശയങ്ങളുമില്ല. സ്തോത്രം. സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ അത് അമ്മയാണ്. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നു. പക്ഷേ ഇന്ന് പകൽക്കാലം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ഈ ലോകത്തുള്ള സകല മനുഷ്യനും ദൈവം ഓരോ ദൗത്യം കൊടുത്തിട്ടുണ്ട്. ആ ദൗത്യത്തിന് അപ്പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഉദാഹരണം, യോഹന്നാൻ എലിസബത്തിന്റെ വയറ്റിൽ യേശു പിറക്കുന്നതിന് മുമ്പേ 6 മാസം മുമ്പേ പിറന്നു വീണു. എന്താണ് യോഹന്നാൻ ചെയ്തത്? യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല. യോഹന്നാൻ ആരെ സൗഖ്യമാക്കിയില്ല. യോഹന്നാൻ ആരെ മരിച്ചവരെ ഉയർപ്പിച്ചില്ല. യോഹന്നാൻ ചെയ്ത ഒറ്റ കാര്യം, ദൈവരാജ്യം പ്രസംഗിച്ചു. സർവവൃക്ഷത്തിന്റെ ചുവട്ടിലും കോടാലി വെച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളെ മനം തിരിഞ്ഞ് നല്ല ഫലം പുറപ്പെടുവിക്കുന്നതായി തീരുവീനെന്ന് ആഹ്വാനം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. പാപത്തിന് പരിഹാര സ്നാനം ഒന്ന് മാത്രമെന്ന് വിളംബരം ചെയ്തു. യേശുവിനെ സ്നാനപ്പെടുത്തി. 10,000 ജനങ്ങളെ സ്നാനപ്പെടുത്തി. ഭൂമി സ്നാനത്തിന് തുടക്കം കുറിച്ചു. ഇതിന്റെ അപ്പുറത്ത് എന്തുവാ യോഹന്നാൻ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അടുത്ത 2 പേപ്പറും അറിയുമ്പോൾ ഹേരോദാവ് അവന്റെ കഴുത്ത് വെട്ടിക്കൊന്നു. സ്തോത്രം. അതിന്റെ അർത്ഥം
യോഹന്നാന് ദൈവം കൊടുത്ത പ്രവൃത്തി അത്രേ ഉള്ളൂ. അതാണ് ദൈവം യോഹന്നാനിൽ കണ്ടിരിക്കുന്ന പ്രവൃത്തി. അതിൻ്റെ അപ്പുറത്തോട്ട് യോഹന്നാന് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് യോഹന്നാൻ മോശക്കാരനല്ല, വലിയ പ്രവൃത്തി ചെയ്തവനാണ്. യേശുവിനെ സ്നാനപ്പെടുത്തുകയും ആദ്യമായി സുവിശേഷം വിളിച്ചു പറയുവാൻ അധികാരമുള്ളവനായിട്ട് എഴുന്നേറ്റ് വരികയും അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന അഭിഷേകം പ്രാപിച്ച യോഹന്നാൻ മോശക്കാരനല്ല. പക്ഷേ ഒരു രോഗിയെ പോലും സൗഖ്യമാക്കുവാൻ യോഹന്നാന് കഴിഞ്ഞില്ല. കാരണം യേശു അതല്ല യോഹന്നാനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ യേശുവിന്റെ അമ്മയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അമ്മയുടെ കരങ്ങളിൽ കൂടെ രോഗസൗഖ്യമോ വിടുതലോ അല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിന് വേണ്ടത് ഒന്നേ ഉള്ളൂ. സ്വർഗത്തിന്റെ ഒരു പ്രൊഡക്റ്റ് അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഉരുവാകണമെന്ന് സ്വർഗം കണ്ടു. ആ ഒരു അധികാരം മാത്രമേ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇതറിയാവുന്ന അമ്മ അവിടെ നിന്നവരോട് പറഞ്ഞു, അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീരെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇത്തരം വരെ പോകാൻ പറ്റുകയുള്ളൂ, സ്വർഗം എനിക്ക് തന്നിരിക്കുന്ന അധികാരം ഇത്ര മാത്രമേ ഉള്ളെന്ന് നല്ലതുപോലെ ആത്മാവിൽ സെൻസ് ചെയ്ത അമ്മ വിളിച്ചു പറഞ്ഞു, ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. സ്തോത്രം. ഈ യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് അമ്മ തൻ്റെ കഴിവുകേട് അത് മറച്ചു വെക്കാതെ തൻ്റെ അടുത്ത് വന്ന് ഇവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കണമെന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് കഴിവുകേടുണ്ടെന്ന് മറച്ചു വെക്കാതെ അത് ഒട്ടും ലജ്ജ കൂടാതെ അവിടെ നിന്ന മനുഷ്യരുടെ മുമ്പിൽ വെച്ച് അവൾ വിളിച്ചു പറഞ്ഞു, ഈ നിൽക്കുന്ന യേശു എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് ചെയ്യണം. അതിൻ്റെ അർത്ഥം അമ്മ നിങ്ങളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു പറയുന്നത് നിങ്ങൾ ചെയ്യാവൂ. യേശു എന്ത് പറഞ്ഞാലും നിങ്ങളത് ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയുവാനും നിങ്ങളുടെ കംപ്ലൈന്റ് കേട്ട് അതിന് പരിഹാരം തരുവാനും യേശുവിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് യേശുവിൻ്റെ അമ്മ മറിയ അന്നേ ആ ഭവനത്തിൽ വെച്ച് ഈ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞതാണ്. എന്നിട്ടും ഇന്നും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അമ്മയ്ക്ക് മാലയിടുന്നു, മെഴുകുതിരിയിടുന്നു, അമ്മയുടെ നാമത്തിൽ അത് ചെയ്യുന്നു, ആരാധനകൾ ദൈവസമമായി കാണുന്നു. നിങ്ങളിത് അറിയണം, യേശുവിൻ്റെ അമ്മ ഒരു സൃഷ്ടിയാണ്. സ്തോത്രം. ഞാനും നിങ്ങളുമൊക്കെ സൃഷ്ടിയാണ്. യേശു സൃഷ്ടാവാണ്, യേശു ദൈവമാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടത് ആരുടെ കടമയാണ്? സൃഷ്ടിയുടെ കടമയാണോ സൃഷ്ടാവിന്റെ കടമയാണോ? സൃഷ്ടാവിന്റെ കടമ. ഒരു മനുഷ്യന് നിന്നെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല, ദൈവത്തിന് മാത്രമേ നിന്നെ അനുഗ്രഹിക്കാൻ പറ്റൂ. ദൈവത്തിന് മാത്രമേ നിന്റെ വീടിന്റെ അകത്തെ കുറവുകൾ നികത്തിത്തരാൻ പറ്റൂ. സ്തോത്രം. ദൈവത്തിന് മാത്രമേ നിന്റെ തലമുറയെ അനുഗ്രഹിക്കാൻ പറ്റൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇങ്ങനെ വിശ്വസിക്കണം, യേശു മാത്രം ഒരു ദൈവം, അവന് മാത്രമേ സ്വർഗം അധികാരം കൊടുത്തിട്ടുള്ളൂ. ഹല്ലേലൂയ. അവനിൽ കൂടെ അല്ലാതെ എനിക്കൊരു രക്ഷയില്ല എന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ ഉറക്കണം. അങ്ങനെ ഒരു ഉറപ്പ് വന്നാൽ നിന്റെ പ്രാർത്ഥനയും ആരാധനയും അത് യേശുവിന്റെ നാമത്തിൽ മാത്രമായി മാറണം. അങ്ങനെ സംഭവിച്ചാൽ നിന്റെ ചോദ്യങ്ങൾക്ക് ആ നിമിഷം തന്നെ മറുപടി തന്ന് നിന്നെ മാനിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം എത്ര പേർക്ക് ആത്മാവിൽ എന്റെ ദൈവത്തിന് ഒരു ആരാധന കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ദൈവത്തിന്റെ അമ്മയായ മറിയയുടെ കഴിവ് കുറവാണ് മറ്റുള്ളവരുടെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം കൊടുക്കുവാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം. ഇത് മറിയ തന്നെ വെളിപ്പെടുത്തുകയാണ്. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ ഇരുന്ന് കാണുന്നവർ, എന്നെ മീഡിയയിൽ കൂടെ കേൾക്കുന്നവർ, നിങ്ങളൊരു ക്രിസ്തു വിശ്വാസിയാണെങ്കിൽ യേശുവിൻ്റെ അമ്മ പറയുന്നു, യേശു എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. നിങ്ങളത് ചെയ്തിട്ടുണ്ടോ? 33 വയസ്സ് വരെ ജീവിച്ചിരുന്ന യേശു കർത്താവ് 30ാമത്തെ വയസ്സിൽ സ്നാനപ്പെട്ടപ്പോൾ യേശു പറഞ്ഞു, ഇത് സ്വർഗത്തിന്റെ നീതിയാണ്. സ്നാനം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ നീതിയാണ്, നിങ്ങളത് നടത്തുന്നതാണ് ഉചിതമെന്ന് യേശു പറഞ്ഞെങ്കിൽ അത് നിങ്ങൾ അനുസരിച്ചോ? നിങ്ങൾ അനുസരിച്ചില്ല. യേശുവിന്റെ അമ്മ എന്താ പറഞ്ഞത്? അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം. സ്തോത്രം. ഇന്ന് പകൽക്കാലം മനസാക്ഷിക്കകത്ത് കുത്തുകൊള്ളുന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ദൈവത്തിനെ വിശ്വസിച്ച്
അവന്റെ നാമത്തിൽ വിശ്വസിച്ച് അവന്റെ കൂടെ നിന്ന് അവനെ കർത്താവും രക്ഷിതമായി സ്വീകരിച്ച് അഭിഷിക്തന്മാരുടെ കരത്തിൽ സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിക്കുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളോട് ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ അമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, മോനെ ഇവർക്ക് വീഞ്ഞില്ല. യേശു പറഞ്ഞ പദം, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിൽ എന്ത്? സ്ത്രീയെ എന്ന് വിളിച്ച് അപമാനിച്ചതല്ല കേട്ടോ. യേശു എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ പകുതി ദൈവവും പകുതി മനുഷ്യനുമാണ്. സ്തോത്രം. യേശു നയീൻ പട്ടണത്തിലെ വിധവയുടെ കണ്ണുനീര് കണ്ടപ്പോൾ കർത്താവിന്റെ കണ്ണും നിറഞ്ഞു. അത് മനുഷ്യത്വമാണ്, അത് മാനുഷികമാണ്. അടുത്ത സ്റ്റെപ്പിൽ മരിച്ചുപോയ കുഞ്ഞിനെ ജീവിപ്പിച്ചു, അത് ദൈവികമാണ്. മനസ്സിലായവരൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പോൾ യേശുവിന്റെ രണ്ട് രൂപമാണ്. ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ മനുഷ്യനായി ജനനമെടുത്തെങ്കിൽ അതിൻ്റെ അകത്ത് മനുഷ്യന്റെ സ്വഭാവവുമുണ്ട്, അതിനകത്തൊരു ദൈവികവുമുണ്ട്. ഹല്ലേലൂയ. അവൻ അമരത്ത് തലയിണ വെച്ചുറങ്ങി, അത് മാനുഷികമാണ്. ക്ഷീണം വന്നാൽ നമ്മൾ കിടന്നുറങ്ങും. എന്നാൽ അടുത്ത സ്റ്റെപ്പിൽ എഴുന്നേറ്റ് നിന്ന് കാറ്റിനെയും കടലിനോട് അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ വാക്കിന്റെ മുമ്പിൽ കടൽ അടങ്ങിയത്, അത് ദൈവികമാണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ യേശു പറയുകയാണ്, സ്ത്രീയെ എനിക്ക് നിനക്ക് തമ്മിലെന്ത്? അതിന്റെ അർത്ഥം, അമ്മേ നിങ്ങൾ എൻ്റെ അമ്മയാണ്. മാനുഷികമായി നോക്കുമ്പോൾ എനിക്ക് പിറക്കുവാൻ നിന്റെ ഗർഭപാത്രം കർത്താവ് സ്വർഗം ഉപയോഗിച്ചത് അത് സത്യമാണ്. സ്തോത്രം. നിങ്ങൾ എൻ്റെ അമ്മയാണ്. മാനുഷികമായിട്ട് നോക്കുമ്പോൾ നിങ്ങൾ എൻ്റെ അമ്മയാണ്. ഹല്ലേലൂയ. ഇതിൻ്റെ അകത്ത് ആത്മീയമായ മറ്റൊന്ന് ചിന്തിക്കുവാൻ യേശുവിന് കഴിയില്ല. കാരണം എൻ്റെ അടുത്ത പദം യേശു പറയുന്നു, സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ആ ചോദ്യത്തിന്റെ അർത്ഥം, അമ്മ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അമ്മ എന്നോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാൻ എനിക്ക് കഴിയത്തില്ല. നമ്മൾ തമ്മിലല്ല ഏർപ്പാട്, എന്റെ അപ്പനുമായിട്ടാ എന്റെ ഏർപ്പാട്. ഹല്ലേലൂയ. ഞാൻ എന്തെങ്കിലും ഈ ഭൂമിയിൽ ചെയ്യണമെങ്കിൽ എന്റെ അപ്പൻ എന്നോട് പറയണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നു, പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ടത്രേ ഞാൻ ഈ ഭൂമിയിൽ വന്നത്. അടുത്തിരിക്കുന്നവരോട് പറ, അമ്മയുടെ ഇഷ്ടം ചെയ്യുവാനല്ല യേശു ഭൂമിയിൽ വന്നത്. യേശു ഭൂമിയിൽ വന്നത് അപ്പന്റെ ഇഷ്ടം ചെയ്യുവാനാണ്. അതുകൊണ്ടാണ് യേശു പലവട്ടം വിളിച്ചു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വന്നത് എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുവാനായിട്ടത്രേ. അങ്ങനെയെങ്കിൽ അമ്മയോട് പറയണം, അമ്മേ എനിക്ക് അമ്മയോട് സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്. പക്ഷേ അമ്മ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ സൃഷ്ടിച്ച എൻ്റെ അപ്പൻ സ്വർഗ്ഗത്തിരിപ്പുണ്ട്, അവൻ എന്നോട് പറയട്ടെ. ഹല്ലേലൂയ. അത് എത്ര പേർക്കത് മനസ്സിലായവരെ കരങ്ങൾ തട്ടി എൻ്റെ കർത്താവിന് നല്ലൊരു മൗത്തം കൊടുത്തട്ടെ. ഹല്ലേലൂയ. ഇവിടെയാണ് അമ്മ മറിയയുടെ കഴിവുകേട്. അവർക്ക് ആരെ സഹായിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ തേജോവധം ചെയ്യപ്പെടുകയല്ല, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീയായി സ്വർഗത്തെ പദവി കൊടുത്തു നിർത്തിയ സ്വർഗമുണ്ട്. അമ്മ അത് അനുഗ്രഹിക്കപ്പെട്ട അമ്മയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ എൻ്റെ അമ്മ കൂടെയാണ് മറിയ, അതിന് യാതൊരു സംശയമില്ല. പക്ഷേ ദൈവത്തിന്റെ സ്ഥാനം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം. കാരണം ഞാൻ എത്ര എന്ന് പ്രാർത്ഥിച്ചാലും അമ്മയ്ക്ക് എനിക്ക് സൗഖ്യം തരുവാനോ എനിക്കൊരു വിടുതൽ തരുവാനോ കഴിയില്ല. അത് വിശ്വസിക്കുന്നവർ കാതങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിന് നല്ലൊരു മൗത്തം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അടുത്ത കേട്ടണം, ഈ അമ്മയ്ക്കൊരു നല്ല സ്വഭാവമുണ്ട്, അവർക്കൊരു നല്ല കഴിവുണ്ട്. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആ ഭവനത്തിൻ്റെ അകത്തെ പ്രതിസന്ധി അറിഞ്ഞത് ആദ്യമേ അമ്മയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ വീടിൻ്റെ അകത്തെ പ്രശ്നം മറിയ ഒരൊറ്റ കുഞ്ഞുങ്ങളോട് പറയാതെ അവിടെ ഹൃദയത്തിൻ്റെ അകത്ത് വെച്ചു. സ്തോത്രം. എന്നിട്ട് യേശു വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് യേശുവിൻ്റെ ചെവിയിൽ ചെന്ന് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്ക് ഈ ഒരു സ്വഭാവമുണ്ട്? എന്നോട് ചേർന്ന് നിൽക്കുന്നവർ, ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർ ഇല്ല ചക്കരയും തേങ്ങായും പോലെ. പക്ഷെ ഒന്ന് പിണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ അവർ നിന്റെ കുറ്റമായിരിക്കും മറ്റുള്ളവരുടെ അടുത്ത് എന്ന് പറയുന്നേ, അല്ലേ? നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അത് ഫീൽ ചെയ്തിട്ടുള്ളവർക്കാരും ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. കാരണം നമ്മുടെ ഹൃദയത്തിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് മാത്രമേ നമ്മളെ അടിയറവ് പറയാൻ പറ്റത്തുള്ളൂ, പറയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അവർ നമ്മുടെ രഹസ്യങ്ങൾ അറിയുന്നവരാണ്.
എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ രഹസ്യങ്ങൾ അവർ നമുക്ക് പ്രതികൂലമായ ഒരു ആയുധമായി പ്രവർത്തിച്ച് സമൂഹത്തിന്റെ മുമ്പിൽ നമ്മളെ അവർ നഗ്നരാക്കി മാറ്റും. ഹല്ലേലൂയ. ചില വീടുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും. ആ വീടുമായിട്ടൊന്ന് തെറ്റിക്കഴിഞ്ഞാൽ ആ ഭവനത്തിൻ്റെ അകത്ത് 100 കൂട്ടം രഹസ്യങ്ങളുണ്ടാവും. എല്ലാ ഭവനത്തിലും ഒരു രഹസ്യമുണ്ടാവും. തെറ്റിക്കഴിഞ്ഞാൽ ഈ രഹസ്യം മറ്റു പലരോടും പറയും. എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവത്തിൻ്റെ അമ്മ മറിയെ കണ്ട് പഠിക്കണം. ആ കുടുംബത്തിൻ്റെ അകത്തെ ശൂന്യത ചെറിയൊരു ശൂന്യതയല്ല. യഹൂദന്മാരുടെ രീതി വെച്ച് നോക്കിയാൽ കല്യാണ സദ്യക്കകത്ത് വീഞ്ഞ് തീർന്നു പോയാൽ ആത്മഹത്യ ചെയ്യുക അല്ലാതെ മറ്റൊരു വഴിയിലൊരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അങ്ങനെ ഒരു കുടുംബം നീറി നിൽക്കുമ്പോൾ അതറിഞ്ഞ യേശുവിന്റെ അമ്മ അടുത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞുങ്ങളോട് പോലും ആ ഭവനത്തിന്റെ അവസ്ഥ പറഞ്ഞ് അവിടുത്തെ രഹസ്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയില്ല. ഹല്ലേലൂയ. എന്നാൽ അവൾ വെയിറ്റ് ചെയ്ത് നിന്നു. യേശു വന്നപ്പോൾ ഓടിച്ചെന്നിട്ട് പറഞ്ഞു, മോനെ അവർക്ക് വീഞ്ഞില്ല. ഈ മറിയുടെ സ്വഭാവം എല്ലാ സഹോദരിമാർക്കും ഉണ്ടാകണമെന്ന് ഇന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റൊരാളുടെ രഹസ്യങ്ങൾ അവരങ്ങനെ ഒരു രഹസ്യം നിന്നോട് പറഞ്ഞ നിന്നോടുള്ള വിശ്വാസത്തിന്റെ കെയർ ഓഫിലാണ്. ആ വിശ്വാസത്തെ നിങ്ങൾ ചൂഷണം ചെയ്യരുത്. ഒരുപക്ഷെ നിങ്ങൾ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്താൽ ആ ഒരു കുടുംബം തകർന്നു പോയേക്കാം. പക്ഷേ ഇതെല്ലാം കണ്ട് മറുപടി തരുന്ന ഒരു സ്വർഗം നമ്മുടെ തലയ്ക്ക് മുകളിലുണ്ടെന്ന് എല്ലാവരും എന്നെ കേൾക്കുന്നവർ, ഈ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ആണെന്നും പെണ്ണെന്നും വ്യത്യാസമില്ലാതെ രഹസ്യങ്ങളെ രഹസ്യമായി ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ നിങ്ങൾക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇതാണ് അമ്മയുടെ ഏറ്റവും നല്ല സ്വഭാവം. ആരോടും പറയാതെ യേശുവിന്റെ അടുത്ത് എന്ന് പറഞ്ഞു. എന്താണ് അതിന്റെ കാരണം? യേശുവിന്റെ അമ്മയ്ക്ക് അറിയാം ഈ വിഷയത്തിന് പരിഹാരം ചെയ്യുവാൻ യേശുവിനല്ലാതെ എനിക്കോ മറ്റ് യാതൊന്നിനും ഒരു പരിഹാരം കൊടുക്കാൻ കഴിയില്ലെന്ന് അറിയാവുന്ന അമ്മ ആ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്തു. സ്തോത്രം. ഇന്ന് പാൽക്കാലം ഞാൻ ഹൃദയം തൊട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. നിന്റെ രഹസ്യങ്ങൾ നിന്റെ ബന്ധുക്കാരോടോ നിന്റെ നാട്ടുകാരോടോ നിന്റെ കൂടപ്പുറപ്പിനോടോ നിങ്ങൾ കൈമാറ്റം ചെയ്യരുത്, ഷെയർ ചെയ്യരുത്. നിങ്ങൾ അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടാൽ നാളെ ഇതിനായുധമായി അവർ നിനക്കെതിരായി എടുത്തുപയോഗിച്ച് നിന്നെ നിന്റെ കുടുംബത്തിനെ നഗ്നരാക്കുമെന്ന് ഇന്ന് ആ സത്യം ഞാൻ വിളിച്ചു പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പറയേണ്ടത് യേശുവിനോടാണ്. മനസ്സിലായവർ കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. നിന്റെ ഭർത്താവിന്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, കുഞ്ഞുങ്ങളുടെ പ്രശ്നം, വീട്ടിലെ സാമ്പത്തിക പ്രശ്നം, നിന്റെ വീട്ടിലെ അസമാധാനം, ഇത് സംസാരിക്കേണ്ടത് യേശുവിനോടായിരിക്കണം. കാരണം രണ്ടാണ്. ഒന്ന്, യേശുവിനോട് നീ ഒരു രഹസ്യം പറഞ്ഞാൽ വേറെ ഒരു കുഞ്ഞിന്റെ അടുത്ത് എന്ന് യേശു ആ രഹസ്യം തുറക്കത്തില്ല. സ്തോത്രം പറ. അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരുവനോട് പറഞ്ഞിട്ടില്ല. അങ്ങനെയെങ്കിൽ നിന്റെ രഹസ്യങ്ങൾ പങ്കുവെക്കുവാൻ ഈ ഉലകത്തിൽ ഒറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് നസ്രയനായ യേശുവെന്ന. നിന്റെ രഹസ്യങ്ങൾ അവന്റെ ചെവിയിൽ നീ പറഞ്ഞാൽ സമയാസമയങ്ങളിൽ മറുപടി തന്ന് നിന്നെ മാനിച്ചുയർത്തുന്ന നല്ലൊരു രക്ഷകനാണ് നമ്മുടെ ദൈവമെന്ന് പറഞ്ഞാൽ ഇന്ന് പാൽക്കാലം എത്ര പേർക്ക് കരങ്ങളടിച്ച് എന്റെ ദൈവത്തിന് മാറ്റം കൊടുക്കാൻ പറ്റും? ഹല്ലേലൂയ. ആമേൻ, ആമേൻ. യേശുവിന്റെ അമ്മയുടെ ഈ സ്വഭാവം അമ്മയുടെ ഏറ്റവും വലിയ കഴിവാണ്. നിങ്ങൾ പഠിക്കേണ്ട ഒരു പാഠമാണ്. നിന്റെ വിഷയങ്ങൾ ചെന്ന് പറയേണ്ടത് യേശുവിനോടായിരിക്കണം. സ്തോത്രം. യേശു ഒരു വിഷയം അറിഞ്ഞാൽ ആമേൻ, അവൻ അതിന് മറുപടി തന്നിരിക്കും. അത് നിശ്ചയമാണ്. ഒരു സ്തോത്രം പറ. നിങ്ങളുടെ വിഷയം യേശുവിന്റെ കരത്തിൽ കൊടുത്തിട്ട് ആ വിഷയത്തിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് വന്നിരിക്കും. 2 ദിവസം താമസിച്ചാലും റിസൾട്ട് വരും. എടാ, ചത്താലും ആ റിസൾട്ട് ജീവനോട് എഴുന്നേറ്റ് വരും. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? അല്പം താമസിച്ചു പോയി. അതുകൊണ്ടാ മറിയ പറഞ്ഞത് ഇത് 3 ദിവസമായി നാറ്റം വെച്ച് തുടങ്ങി. ഹല്ലേലൂയ. പക്ഷേ ദൈവം താമസിച്ചു വന്നാലോ അത് ചത്തതിനെ ജീവനോട് എഴുന്നേൽപ്പിക്കുവാൻ അധികാരമുള്ള ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് നസ്രയനായ യേശു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയ മക്കളെ, ചോദ്യത്തിന് മറുപടി വരാൻ അല്പം താമസിച്ചാലും
നീ വിചാരിക്കുന്നു നിന്റെ തലമുറയുടെ വിഷയം ചത്തൊന്ന്, നീ വിചാരിക്കുന്നു നിന്റെ സാമ്പത്തിക മേഖല നാറ്റം വെച്ച് തുടങ്ങിയെന്ന്. സ്തോത്രം. എന്നാൽ ഇന്ന് പാൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ പറയുന്നു, നീ ക്ഷണിച്ചെങ്കിൽ അവൻ വരാതിരിക്കത്തില്ല. ഇനി നീ ക്ഷണിച്ച് വരാൻ അല്പം താമസിച്ചാലും ചത്തതിനെ എഴുന്നേപ്പിച്ചിട്ടേ അവൻ പോകത്തുള്ളൂ. ഇന്ന് പാൽക്കാലം നീ പറഞ്ഞത് യേശുവിനാണെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ചത്തു കിടക്കുന്ന ചില അവസ്ഥകൾ ഇന്ന് പാൽക്കാലം എഴുന്നേക്കാൻ പോകുക. അതാണ് യേശുവിനോട് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട്. സ്തോത്രം. അതിന്റെ മറ്റൊരു രഹസ്യം പറയാം. വിളിച്ചിട്ടും വരാൻ താമസിച്ചു. മറിയയ്ക്ക് സങ്കടമായി, സഹോദരിമാർക്ക് സങ്കടമായി. സ്തോത്രം. പക്ഷെ താമസിച്ച് യേശു വന്നു. യേശു വന്നപ്പോൾ സഹോദരിമാർ പറഞ്ഞു, കർത്താവേ അങ്ങോട്ട് പോകണ്ട, നാറ്റം വെച്ച് തുടങ്ങി. സ്തോത്രം. ഇന്ന് പാൽക്കാലം നിന്നെ തോളത്ത് കൊണ്ട് നടക്കുന്ന നിന്റെ സഹോദരിമാരും സഹോദരന്മാരും ബന്ധുമിത്രാദികളും നീ നാറാൻ തുടങ്ങിയാൽ അവർ നിന്നെ ഇട്ടിട്ട് പോകും. എടാ, നിനക്ക് നിന്റെ ജീവിതത്തിൽ നീ ഒരു നാറ്റക്കേസായെന്ന് കണ്ടാൽ, നീ കടഭാരത്തിന്റെ അകത്ത്, നീ ജപ്തിയുടെ വക്കിന്റെ അകത്ത് നിൽക്കുന്നതെന്ന് കണ്ടാൽ, ക്യാൻസർ പിടിച്ച് നീ മരിക്കാറായി കിടക്കുന്നെന്ന് കണ്ടാൽ, എടാ നിന്നെ ഇന്നലെ വരെ പൊക്കിക്കൊണ്ട് നടന്നവർ ഇതൊരു നാറ്റക്കേസാന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളഞ്ഞിട്ട് പോകും. എന്നാൽ നീ വിഷയം അവതരിപ്പിച്ചത് യേശുവിന്റെ അടുത്താണെങ്കിൽ നാറുന്ന സിറ്റുവേഷന്റെ അകത്ത് ഇറങ്ങി വന്ന് ജനത്തിന്റെ മധ്യത്തിൽ നിന്നെ ഉയർത്തിപ്പിടിക്കുവാൻ മതിയായ ഒരു ദൈവത്തെയാ ഇന്ന് പാൽക്കാലം ഞാൻ പ്രസംഗിക്കുന്നത്. അതെത്ര പേര് മനസ്സിലാക്കുന്നുണ്ട്? ആ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, മരിച്ചതിനെ ജീവിപ്പിക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് പാൽക്കാലം ആ സാന്നിധ്യം ഇതിനകത്ത് വ്യാപരിക്കുക. അത് വേണ്ടവരിന്ന് സ്വീകരിച്ചാണ് മരിച്ചു കിടക്കുന്ന ചില അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ചാടി എഴുതാകട്ടെ. സ്തോത്രം. എന്നോട് ദൈവത്തിന്റെ ഭയങ്കര ദൈവസാന്നിധ്യം എന്റെ മുകളിൽ വന്ന് നിറയുന്ന ഞാൻ അനുഭവിക്കുക. അനിവാശമുള്ളവർ എന്റെ കൂടെ അല്പസമയം നിന്ന് ആത്മാവിന്റെ അകത്ത് തീ ഇറങ്ങുന്നവർ മാത്രം ഇന്ന് പാൽക്കാലം എന്റെ കൂടെ ചേർന്ന് ഇന്ന് ആരാധന കൊടുത്തു. ചിലതിനെ പൊട്ടിക്കുന്ന ഒരു ദൈവ പ്രവൃത്തി ഇന്ന് വെളിപ്പെട്ട് വരാൻ പോകുക. നിങ്ങൾ വിചാരിക്കുന്നു എന്റെ തലമുറയുടെ ഭാവി തീർന്നെന്നല്ലേ? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങളുടെ തലമുറ അത് ഓസ്ട്രേലിയയിലാണെങ്കിലും അത് മിഡിൽ ഈസ്റ്റിലാണെങ്കിലും അവരുടെ ജീവിതത്തിൽ വേണ്ട നന്മകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. അത് തുറക്കട്ടെ ഇന്ന് പാൽക്കാലം. യേശു അല്പം താമസിച്ച് വന്നാലും വലിയ കാര്യം ചെയ്തിട്ട് പോന്നവനാ. ഇത് നാറ്റക്കേസാ സിസ്റ്ററെ, എനിക്കിങ്ങോട്ട് ഈ വിഷയമായിട്ട് അടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുന്ന ഒരു യേശു അല്ല എൻ്റെ യേശു. നാറ്റക്കേസിന്റെ അകത്ത് നിറങ്ങി അതിനെ പരിമള തൈലമാക്കി മാറ്റി നിന്നെ ഒരു വിശിഷ്ട കുടുംബമായി, ഒരു വിശിഷ്ട വ്യക്തിയായി മലമുകളിലെ പട്ടണം പ്രശോഭിക്കുന്നത് പോലെ നിന്റെ കുടുംബത്തെ എടുത്തുയർത്താൻ കപ്പാസിറ്റിയുള്ള ഒരു നല്ല ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. കമോൺ, എന്ന പാൽക്കാല അധികാരത്തോടെ വിളിച്ചു പറയുന്നു, ഒരു ദൈവിക സാന്നിധ്യം ഇതിനകത്ത് ശക്തിയോടെ വെളിപ്പെട്ടു വരുന്നത് എന്റെ ശരീരത്തെ ഞാൻ സെൻസ് ചെയ്യുന്നു. മരിച്ചു കിടക്കുന്ന ചില നന്മകൾ യേശുവിന്റെ നാമത്തിൽ ആ ഉറവകൾ തുറക്കട്ടെ. അത് വേണ്ടവർ അതിനെ സ്വീകരിക്കുക. ആ ഉറവ തുറക്കുക.